നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. കർണൻ പാണ്ഡവരെ ശത്രുവായി കാണുന്നു. അവരെ എല്ലാ പ്രകാരത്തിലും നശിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. വിശേഷിച്ചും ദ്രൗപദിയോടുള്ളതായ വിരോധം അത് കർണന് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. അതിനാൽ കർണൻ ഈ പ്രകാരത്തിൽ തീ ആ സഹോദരന്മാരുടെ ഹൃദയങ്ങൾക്കുള്ളിൽ വാരിയിട്ടു. ഇത് കേട്ടപ്പോഴേക്കും ഗുരുനാഥൻ വളരെ ശക്തമായിട്ട് മറുപടി പറഞ്ഞു. ദ്രോണവുവാച, ദ്രോണം പറഞ്ഞു, വിദ്മതേ ഭാവദോഷേണ യദർത്ഥം ഇതമുച്യതേ ദുഷ്ടപാണ്ഡവഹേതോസ്ത്വം ദോഷമാഖ്യാപയസ്യുത. അല്ലയോ കർണ, നീ എന്തുകൊണ്ടാണ് പാണ്ഡവന്മാരെ ഇത്ര നികൃഷ്ടമായ രീതിയിൽ കാണുകയും പാണ്ഡവന്മാരെക്കുറിച്ച് ഇത്ര നികൃഷ്ടമായ രീതിയിൽ അവരിൽ സർവപ്രകാരത്തിലുമുള്ള ദോഷങ്ങൾ ആരോപിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്യുന്നു എന്നത് എനിക്ക് നന്നായി മനസ്സിലാകുന്നുണ്ട്. നിനക്ക് അവരോട് പണ്ടുപണ്ടേയുള്ളതായ വിദ്വേഷം. കർണൻ ആദ്യമായിട്ട് അരങ്ങത്ത് വരുന്നത് തന്നെ അർജുനനെ വെല്ലുവിളിച്ചുകൊണ്ടാണ്. അർജുനനേക്കാളും വലിയ വില്ലാളിയുണ്ട് ഞാൻ, അത് ഇവിടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ പ്രകടമാക്കാം എന്ന് വെല്ലുവിളിച്ചുകൊണ്ടാണ് അയാളുടെ വരവ്. എൻ്റെ അമ്പുകൾ കൊണ്ട് അർജുനൻ മരിച്ചു വീഴുന്നത് ദ്രോണം കാണട്ടെ, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കാണട്ടെ എന്നൊക്കെ അയാളന്ന് പ്രസംഗിക്കുകയും ചെയ്തു. അവിടെ നിന്നിട്ട് തുടങ്ങുന്നു, അങ്ങനെ നിനക്ക് പാണ്ഡവന്മാരോടുള്ള വിരോധം, അതാണ് നിന്റെ ഈ ഭാഷിതത്തിന് കാരണം. അതെനിക്ക് നന്നായി അറിയാം എന്ന് മാത്രമല്ല, ദ്രോണൻ ഉൾപ്പെടെ എല്ലാവർക്കും നന്നായി അറിയുന്ന വലിയൊരു സംഭവമുണ്ട്. പഞ്ചായത്ത് വെച്ച് പഞ്ചാരി സ്വയംവരം നടന്നല്ലോ. ആ സ്വയംവരത്തിന് വേണ്ടിയിട്ട് ഒരു വലിയ പരീക്ഷയും ദ്രുപദൻ വച്ചിരുന്നല്ലോ. പാണ്ഡവന്മാർ മരിച്ചിട്ടില്ല എന്ന് അദ്ദേഹത്തിന് വലിയ ഉറപ്പുണ്ട്. എങ്കിലും അവരെവിടെയാണെന്നറിയില്ല. എവിടെ ഉണ്ടായിരുന്നാലും അവർ ജീവനോടെ ഉണ്ടെങ്കിൽ ഇവിടെ വരും. ആ അർജുനന് മാത്രം ഭേദിക്കാൻ കഴിയുന്ന യന്ത്രം പരീക്ഷ എന്ന സങ്കല്പത്തിൽ അദ്ദേഹം ചെയ്തു വച്ചു ഒരു വലിയ യന്ത്രക്കിളിയെ. മറ്റെല്ലാ രാജാക്കന്മാരും ആ വില്ലെടുത്ത് ഉയർത്താൻ പോലും കഴിയാതെ തോറ്റ് മറിഞ്ഞു വീണ് കൈയും കാലും ഒക്കെ ഒടിഞ്ഞ് അവിടെ നിന്നിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപഹാസ്യരായി പിന്മാറി. ആ അവസരത്തിൽ കർണൻ എണീറ്റു. കർണൻ എണീറ്റിട്ട് ആ വില്ലിരിക്കുന്നിടത്തേക്ക് ചെന്നു. ആ വില്ലിനെ അനായാസമായിട്ട് ഉയർത്തി. അതുവരെ ആർക്കും സാധിച്ചില്ല. എല്ലാവരും വില്ല് ഉയർത്താനുള്ള ശ്രമത്തിൽ തന്നെയാണ് വീണത്. കർണൻ ആ വില്ലിന്റെ സ്വഭാവം ഏത് പ്രകാരത്തിലാണ്, വിശേഷപ്പെട്ട വില്ലാണ്, അതിനകത്ത് പല തന്ത്രങ്ങൾ ചെയ്തു വച്ചിട്ടുണ്ട്. അതുകൊണ്ട് സാധാരണ പ്രകാരത്തിൽ അതിനെ ഉയർത്താനാവില്ല. അത് ഏത് പ്രകാരത്തിൽ ചെയ്തു വച്ചിരിക്കുന്നു എന്ന് നേരത്തെ നടന്ന സംഭവങ്ങളിലൂടെ സമർത്ഥനായ കർണൻ ഊഹിച്ചറിഞ്ഞു. ചെന്ന് ആ പ്രകാരത്തിൽ ആ വില്ലിനെ ഉയർത്തേണ്ടത് ഏത് തന്ത്രം ഉപയോഗിച്ചിട്ടാണോ ആ പ്രകാരത്തിൽ കർണൻ പ്രവർത്തിച്ചു. അനായാസമായിട്ട് വില്ലുയർത്തി, അതിൽ ഞാണുമുറുക്കി, എന്നിട്ട് അതിൽ അമ്പുകൾ തൊടുത്തു. ഇനി ആ നിഴൽ നോക്കിയിട്ട് എഴുതാൽ മതി. ഉടനെ തന്നെ പാഞ്ചാലി അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, സൂതപുത്രൻ അമ്പയക്കേണ്ട, സൂതപുത്രനെ ഞാൻ വരണമാല്യം ചാർത്തിക്കില്ല, ഞാൻ വിവാഹം കഴിക്കില്ല എന്ന്. ആ മഹാസദസ്സിൽ വെച്ച്
പാഞ്ചാലി പറഞ്ഞതായ ആ വാക്യം കർണന്റെ ഹൃദയത്തിൽ ഭയങ്കരമായ മുറിവായി തീർന്നു. അതുമൂലം വളരെയേറെ വിരോധം കർണന് പാഞ്ചാലിയോടുണ്ടായി, പാഞ്ചാലന്മാരോടുമുണ്ടായി. ആ വിരോധം തീർക്കാനുള്ള അവസരം നോക്കിയിരിക്കുകയാണ് കർണൻ. അപ്പോഴാണ് പാഞ്ചാലിയെയും പാണ്ഡവന്മാരെയും ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ദ്രോണൻ ഉപദേശം കൊടുത്തിരിക്കുന്നത്. കർണന് അത് തടഞ്ഞേ പറ്റി. അതുകൊണ്ടാണ് കർണൻ ഇങ്ങനെ എതിർത്ത് സംസാരിച്ചത്. എന്തുകൊണ്ടാണ് നീ എതിർക്കുന്നത് എന്നുള്ള കാരണം എനിക്കറിയാം. അവരോടുള്ളതായ വിരോധം, പാണ്ഡവന്മാരോടുള്ളതായ വിരോധം. ദ്രൗപദി എന്ന് പേരെടുത്ത് പറഞ്ഞില്ലെന്ന് മാത്രം. പാണ്ഡവന്മാരിൽ പെടുന്നു ദ്രൗപദി. കാരണം അവരുടെ ഭാര്യയാണ് ദ്രൗപദി. അവരോടുള്ള വിരോധം. ഈ സംഭവം എല്ലാവരുടെയും മുന്നിൽ വച്ച് നടന്നതാകൊണ്ട് നാട്ടില് എല്ലാവരും അറിയുന്നു. നാട്ടിൽ പാട്ടാണത്. അതാണ് ഇവിടെ എടുത്തു പറയാതെ വളരെ വ്യംഗ്യമര്യാദയിൽ ദ്രോണൻ സൂചിപ്പിച്ചത്. അതുകൊണ്ടാണ് നീ ഇങ്ങനെ പറയുന്നത്. നിന്റെ വാക്കുകൾക്ക് യാതൊരു വിലയുമില്ല. ഹിതം തു പരമം കർണ ബ്രവീമി കുലവർദ്ധനം. അല്ലയോ കർണ, ഈ വംശത്തിന് ശ്രേയസ്സുണ്ടാകുന്നതായ ഹിതകരമായിരിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ഇതിനേക്കാളും ഹിതകരമായിട്ട് വേറൊരു ഉപദേശം ഈ സന്ദർഭത്തിൽ ആർക്കും തന്നെ തരാനില്ല. ഭീഷ്മനും ഞാനും ഒരേ ഉപദേശം ഒരേ പ്രകാരത്തിൽ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഫലം അത് അതേ പ്രകാരത്തിൽ ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഫലം ഈ വംശത്തിന് വർധനവുണ്ടാവും. നീ ഈ പറഞ്ഞതായ ഉപദേശം തെറ്റാണ്, അത് ദോഷകരമാണ് എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഈ സന്ദർഭത്തിൽ എന്താണ് ഈ കുരുവംശത്തിന് ഹിതകരമായിട്ടുള്ളത് എന്ന് നീ ഇവിടെ വെച്ച് പറ. എല്ലാവരും അറിയട്ടെ. നിന്റെ അഭിപ്രായത്തെ എല്ലാവരും കേട്ടിട്ട് അവര് അതിനെ വിലയിരുത്തട്ടെ. ഇതിനേക്കാൾ ഹിതകരമായി ഒന്ന് നിനക്ക് പറയാനുണ്ടെങ്കിൽ അത് ലോകം അറിയണം. ഇതിനപ്പുറം ഹിതകരമായിട്ടൊന്നും തന്നെ പറയാനില്ല. ഇനി എല്ലാവരും ഇത് നടപ്പിലാക്കുന്നതാണ് നല്ലത്. അല്ലയോ കർണ, അതോന്യഥാ ചേത് ക്രിയതേ യത് ബ്രവീമി പരം ഹിതം. പരമമായിരിക്കുന്ന, ഹിതകരമായിരിക്കുന്ന, പരമഹിതമായിരിക്കുന്ന ഉപദേശമാണ് ഞാൻ നൽകിയത്. അതിന് സ്വീകരിക്കാതെ കണ്ട് അതിന് വിപരീതമായിട്ട് നീയും ദുര്യോധനാദികളും കൂടി പ്രവർത്തിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുമെന്നറിയോ? വംശത്തിന് ശ്രേയസ്സല്ല. കുരവോ വൈ വിനക്ഷ്യന്തി. ഈ കുരുക്കളെല്ലാവരും നശിച്ചു പോകും. വിനക്ഷ്യന്തി, കുരുക്കളെല്ലാവരും നശിച്ചു പോകും. ഈ കുരുവംശം തന്നെ ഈ ഭൂലോകത്ത് നിന്നിട്ട് അപ്രത്യക്ഷമാകുന്ന സാഹചര്യമുണ്ടാകും. അതിന് ഏറെക്കാലമൊന്നും വേണ്ട. ഞാൻ അചിരേണ മേ മതി. എൻ്റെ അഭിപ്രായം ഇതാണ്, എൻ്റെ ഉറപ്പിതാണ്. ഏറെ കഴിയാതെ തന്നെ ഭയങ്കരമായ യുദ്ധം പാണ്ഡവന്മാരും കൗരവന്മാരും തമ്മിലുണ്ടാകും. ആര് ജയിക്കും എനിക്ക് നന്നായി അറിയാം. കാരണം എല്ലാവരെയും പഠിപ്പിച്ചത് ദ്രോണനാണ്. അദ്ദേഹത്തിന് അറിയാം ഓരോരുത്തരുടെയും മികവ് എന്താണ് എന്ന്, ഓരോരുത്തരുടെയും ദൗർബല്യം എന്താണ് എന്നും അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം ഉറപ്പായിട്ട് സംഭവിക്കാൻ പോകുന്നത് എന്തെന്ന് പറഞ്ഞത്. പാണ്ഡവന്മാർ ജയിക്കും, കൗരവന്മാർ മുഴുവൻ നശിച്ചും പോകും. നീ പാണ്ഡവന്മാരോടുള്ള വിരോധം കൊണ്ട് ദുര്യോധനാദികൾക്ക് മരണം സമ്മാനിക്കരുത്. ഇതാണ് ദ്രോണൻ ആ അവസരത്തിൽ കർണനോട് അതിശക്തമായ ഭാഷയിൽ പറഞ്ഞു കേൾപ്പിച്ചത്. ഇത്രയും ആയപ്പോഴേക്കും വിതുരൻ മഹാരാജാവായിരിക്കുന്ന ധൃതരാഷ്ട്രനോട് പറഞ്ഞു, അല്ലയോ മഹാരാജാവേ, ഈ വാക്കുകളൊന്നും അങ്ങ് ചെവിക്കൊള്ളുന്നില്ല. ധൃതരാഷ്ട്രന്റെ മുഖത്തിൽ നിന്ന് വളരെ പ്രകടമാണ്, അദ്ദേഹത്തിന്റെ അംഗചലനങ്ങളിൽ നിന്ന് വളരെ പ്രകടമാണ് അദ്ദേഹത്തിന് ഇതൊന്നും തന്നെ ഇഷ്ടപ്പെടുന്നില്ല എന്ന്. അദ്ദേഹത്തിന്റെ അഭിപ്രായം കർണന്റെ വാക്കുകളോടൊപ്പം നിൽക്കുന്നു. ഇത് മനസ്സിലാക്കിയിട്ട് വിതുരൻ പറയാണ്, രാജൻ നിസ്സംശയം ശ്രേയോ വാച്യത്വമസി ബാന്ധവൈഹി. അങ്ങയുടെ ശ്രേയസ് ഇച്ഛിക്കുന്നവരായിട്ടുള്ള ബന്ധുജനങ്ങൾ അങ്ങയ്ക്ക് ശ്രേയസ്കരമായിട്ടുള്ള ഉപദേശമാണ് തരേണ്ടത്.
അതല്ലാതെ അങ്ങയ്ക്ക് ആപത്ത് വരുന്നതായ ഉപദേശം ഒരിക്കലും നൽകാൻ പാടില്ല. പക്ഷേ നത്വ ശുശ്രൂഷമാണേ വൈ വാക്യം സംപ്രതി തിഷ്ഠതി. അങ്ങ് ചെവി കൊടുക്കാൻ തയ്യാറാകുന്നില്ല. ചെവി കൊടുക്കാൻ തയ്യാറാകാത്ത ആളിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഈ വാക്കുകൾ എത്തില്ല. അവിടെ ഈ വാക്കുകൾ അതിൻ്റേതായ അർത്ഥബോധനത്തെ ഉണ്ടാക്കില്ല. അവിടെ ഈ വാക്കുകൾ നിലനിൽക്കുകയുമില്ല. ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭീഷ്മരുടെ വാക്കുകളെ അങ്ങ് ശ്രദ്ധിക്കുന്നില്ല, ദ്രോണന്റെ വാക്കുകളെ അങ്ങ് ശ്രദ്ധിക്കുന്നില്ല. അവർ രണ്ടുപേരും അങ്ങയ്ക്ക് അഹിതമായിട്ടുള്ള കാര്യമാണ് പറയുന്നത് എന്ന് അങ്ങ് വിചാരിച്ചു വെച്ചിരിക്കുന്നു. അങ്ങയുടെ മക്കൾക്ക് ദോഷകരമായിട്ടുള്ള കാര്യമാണ് അവർ പറയുന്നത് എന്ന് അങ്ങ് വിചാരിച്ചു വെച്ചിരിക്കുന്നു. അങ്ങ് ഒരു കാര്യം ഓർക്കണം. പ്രിയം ഹിതം ച തദ്വാക്യം ഉക്തവാൻ കുരുസത്തമ ഭീഷ്മ ശാന്തനവോ രാജൻ പ്രതിഗൃഹാസി തന്നച്ച. ശന്തനുവിൻ്റെ പുത്രനായിരിക്കുന്ന ഭീഷ്മന് ആ രാജ്യത്തിലുള്ളതായ അധികാരം ഈ വാക്കിനകത്ത് ധ്വനിച്ചു നിൽക്കുന്നു. ആ രാജ്യത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള അവകാശി അദ്ദേഹമാണ്. അദ്ദേഹം ത്യജിച്ചതുകൊണ്ടാണ് ഇപ്പോൾ ഇവർക്കെല്ലാം ഇത് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ശന്തനുവിൻ്റെ പരമ്പരയിൽ ശന്തനുവിൻ്റെ പുത്രനായിരിക്കുന്ന ഭീഷ്മൻ ശാന്തനവൻ, അദ്ദേഹം കുരുസത്തമനാണ്. ഈ കൗരവ വംശത്തിന് ആഭരണമായി നിൽക്കുന്ന ശ്രേഷ്ഠ പുരുഷനാണ്. ഈ ധൃതരാഷ്ട്രാദികളാകട്ടെ കൗരവ വംശത്തിന് ഏത് പ്രകാരത്തിലാണ് ദുര്യോഗം വരുത്തി വയ്ക്കുന്നത് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് വിതുരന്റെ ഈ വാക്യം. കൗരവവംശത്തിന് ധൃതരാഷ്ട്രാദികൾ വിപത്തുണ്ടാക്കുന്നു. ഇദ്ദേഹം കുരുസത്തമനാണ്. ധൃതരാഷ്ട്രൻ കുരുസത്തമനല്ല, കൗരവ വിഭാഗത്തിന് തന്നെ ശത്രുവാണ്. ദുര്യോധനനും കുരുവംശത്തിന് തന്നെ ശത്രുവാണ് എന്ന് സ്പഷ്ടമായി ഇവിടെ വിതുരൻ സൂചിപ്പിച്ചിരിക്കുന്നു. ഈ ഭീഷ്മൻ അങ്ങയ്ക്ക് ഹിതമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. അങ്ങയ്ക്ക് യഥാർത്ഥത്തിൽ പ്രിയമാകേണ്ടതായ കാര്യമാണ് പറഞ്ഞത്. ഹിതം തന്നെ അങ്ങയ്ക്ക് പ്രിയമാകണം. രാജാവ് ഒരിക്കലും തൻ്റെ സങ്കുചിതമായ താൽപ്പര്യങ്ങൾക്ക് അടിമയായി തീരരുത്. രാജാവിൻ്റെ ചിന്ത, രാജാവിൻ്റെ പ്രിയമായിട്ടുള്ള കാര്യം യഥാർത്ഥത്തിൽ ലോകഹിതമായിരിക്കണം. മറ്റു മനുഷ്യർക്ക് വേണമെങ്കിൽ തൻ്റേതായ പ്രിയം വച്ചു പുലർത്താം. ഭരണാധിപന് തൻ്റേതായ പ്രിയം വച്ചു പുലർത്താൻ അധികാരമില്ല. ലോകഹിതം മാത്രമാകണം അദ്ദേഹത്തിൻ്റെ പ്രിയം. അങ്ങനെയുള്ളതായ വാക്യമാണ്, അങ്ങ് അനുസരിക്കേണ്ട വാക്യമാണ് ഭീഷ്മൻ പറഞ്ഞു കേൾപ്പിച്ചത്. അദ്ദേഹം ഈ വംശത്തിന് അലങ്കാരമാണ്. അതൊരു സൂചന കൂടിയുണ്ട്. അങ്ങയ്ക്ക് കാരണവരാണ്. അങ്ങയുടെ പിതാവിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നയാളാണ്. അതിനാൽ ഭീഷ്മന്റെ വാക്യം അതേ പ്രകാരത്തിൽ നടപ്പിലാക്കുവാനുള്ളതായ കടപ്പാട് അങ്ങയ്ക്കുണ്ട്. ഈ കുടുംബ ബന്ധങ്ങളെല്ലാം ഈ ചെറിയ വാക്യത്തിനുള്ളിൽ അദ്ദേഹം വിതുരൻ സൂചിപ്പിച്ചു വച്ചു. എന്ന് മാത്രമല്ല, തഥാ ദ്രോണേന ബഹുത ഭാഷിതം ഹിതമുത്തമം. അങ്ങയ്ക്ക് ഹിതകരമായിരിക്കുന്ന കാര്യം, ദുര്യോധനാദികൾക്കും ശ്രേയസ്കരമായിരിക്കുന്ന കാര്യം വളരെ വിശദമായി പല പ്രകാരത്തിലെ കാര്യകാരണസഹിതം അങ്ങയുടെ ശ്രേയസ് ഇച്ഛിക്കുന്നവനായ ദ്രോണൻ എന്ന ആചാര്യൻ അങ്ങയെ പറഞ്ഞു കേൾപ്പിച്ചു. പക്ഷേ തച്ച രാധാസുതക്കർണോ മന്യത്തെ നഹിതം തവ. ഭീഷ്മനും ദ്രോണനും എന്താണോ അങ്ങയ്ക്ക് ഹിതകരമായിട്ടുള്ളത് പറഞ്ഞു കേൾപ്പിച്ചത്, അതിനെ രാധയുടെ മകനായിരിക്കുന്ന രാധേയനായിരിക്കുന്ന കർണൻ അങ്ങയ്ക്ക് ശ്രേയസ്കരമല്ല, അങ്ങയ്ക്ക് യുക്തമല്ല എന്ന് വിചാരിക്കുന്നു. ഉപദേശം നൽകിയത് കുരുശ്രേഷ്ഠനായിരിക്കുന്ന ഭീഷ്മൻ. ആ ഉപദേശം കുരുവംശത്തിന് ഹിതമല്ല എന്ന് വിചാരിക്കുകയും വാദിക്കുകയും ചെയ്യുന്നത് കുരുവംശവുമായി ബന്ധമില്ലാത്ത രാധേയനായ കർണൻ. അതാണ് രാധേയൻ എന്നുള്ള വിശേഷണം ഇവിടെ വ്യാസൻ ഈ വിതുരന്റെ വാക്യത്തിൽ കൊടുത്തു വച്ചത്. ഭീഷ്മനും കർണനും തമ്മിലുള്ളതായ അന്തരം, അവർക്ക് കുരുവംശത്തോടുള്ളതായ ബന്ധുത്വം, ഒരാൾക്ക് പൂർണ്ണമായ ബന്ധുത്വം, വേറൊരാൾക്ക്
യാതൊരു ബന്ധുത്വവുമില്ല. കുരുവംശത്തിലെ രാജകുമാരനായ ദുര്യോധനൻ കൊടുത്ത ദാനം കൊണ്ട് ഈ കുരുവംശത്തിനോട് ചേർന്ന് നിൽക്കുന്നവനാണ് കർണൻ. അവൻ്റെ കാര്യത്തിന് വേണ്ടി നിൽക്കുന്നവനാണ് ഇത്യാദികളെല്ലാം വിതുരൻ സ്പഷ്ടമായിട്ട് അതിനകത്ത് വ്യഞ്ജിപ്പിച്ചു വച്ചിരിക്കുന്നു.